അങ്ങനെ പൂനെ പോകുന്ന വേളയിൽ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലേക്ക് ഇറങ്ങുന്ന ഞങ്ങൾ ചെറിയൊരു ഡീറ്റൂർ. അതെ 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 ആ പറഞ്ഞ സാധനമാണ് ഇത്. ട്രൈപോഡ് എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടൊരു എത്തുംപിടിയും കിട്ടണില്ല. വാങ്ങിയ സാധനം നേരെ ഉപയോഗിക്കാൻ പോലും പറ്റിയിട്ടില്ല. രാവിലെ കുറെ കറങ്ങി, അതൊന്നും അതില്ലാത്തോണ്ട് എടുത്തില്ല. ഏതൊക്കെയോ ബോട്ട് കിടപ്പുണ്ട് കേട്ടോ. ഫെലോ ഹ്യൂമൻസ്, ഞങ്ങളിതാ ഫുഡ് സ്പോട്ടിലേക്ക് എടുക്കുന്നു. ഇതേപോലെ നിറച്ചിരി വരും, നമ്മൾ കണക്കാക്കാൻ പാടില്ല. യെസ്, അതാണ് ഗൈസ് ഒരു സങ്കടകരമായ വാർത്ത. അടിയിൽക്കൂടെ ഒരെണ്ണം ഇറങ്ങി പോകുന്നു, അടിയിലൂടെ ഊർന്നു പോകാതിരിക്കാൻ അതിന്റെ കയ്യിൽ പോണം. ഇവന്റെ അടുത്ത ജാക്കറ്റിന്റെ അകത്തുള്ള കവർ ഞാൻ പിടിക്കാന്ന് പറഞ്ഞു. അവൻ കേട്ടില്ല, അവന് സ്വന്തമായിട്ട് പിടിച്ചാലേ പറ്റുള്ളൂ. അങ്ങനെ ഇരുന്ന കുഴപ്പമൊന്നുമില്ലെന്ന്. ബേസിക്കലി ഇപ്പൊ നമ്മൾ കഴിച്ച ഫുഡിനെ പറ്റി നിങ്ങളെ അഭിപ്രായം? ഒരു 10-ഒരു 6.57 കൊടുക്കാം. അതെ, ആക്ച്വലി ഈ പൊറോട്ട ഉണ്ടാക്കുന്നവര് പൊറോട്ടയുടെ ഈ വലിയില് കുറയ്ക്കണം. അത് മാത്രമല്ല, ഞാൻ അവിടെ നിന്ന് മറ്റേ മറൈൻ ഡ്രൈവ് അവിടെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഒരു ഹിന്ദിക്കാരെ കിടത്തുന്ന കടയായിരുന്നു. ഡബിൾ ഓംലേറ്റ് വൺ സൈഡ് പറഞ്ഞത്, അവന്മാർ രണ്ട് സൈഡും മറിച്ചിട്ടിട്ട് വൺ സൈഡ് എന്ന് പറഞ്ഞു. അത് എവിടുത്തെ വൺ സൈഡാണെന്ന് എനിക്കിപ്പോൾ അറിയണം. മൊത്തത്തിൽ എൻ്റെ റേറ്റിംഗ് ഒരു 10-ല് 4.5 ഒക്കെ ഞാൻ കൊടുത്തു. ആ മുട്ടയിൽ ഞാൻ കുറച്ചു, മുട്ടയിൽ ഞാൻ കുറച്ചു, അത്രയേ ഉള്ളൂ. 1.5 എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഇതാണ് എറണാകുളം റെയിൽവേ സ്റ്റേഷൻ്റെ അവസ്ഥ. എന്താണ് ഇത്, കോളോ? ഇങ്ങോട്ട് വന്ന സമയത്ത് ഇതിനേക്കാളും അപരാധം പിടിച്ച വഴികളായിരുന്നു ഗൈസ്. ദാ എൻ്റെ മോനെ, കാണാനൊക്കെ വെള്ളമാ. ഓട്ടോ അല്ലടാ, ഒരു വഞ്ചി വേണം. പയ്യെ നീ എന്ത് കാണിക്കണേ? ഫുള്ള് വെള്ളം. എറണാകുളം റെയിൽവേ സ്റ്റേഷൻ ഹാവ് ടു അപ്ഗ്രേഡ് ആവാനുണ്ട്. ഇനി അപ്ഗ്രേഡ് ആവാനുണ്ട്, ഒന്നും ആയിട്ടില്ല. ഈ പണി കണക്കിനൊക്കെ ഒരു ഇപ്പൊ ബാഗ് എടുത്തിട്ട് പോണേ, നമുക്ക് പിന്നെ എടുക്കാം, സമയമുണ്ടല്ലോ. എന്നിട്ട് അപ്പൊ നമ്മൾ ബാഗ് എടുത്ത് സെറ്റ് ആവട്ടെ. എനിക്ക് കവർ മാത്രമേ ഉള്ളൂ. ഇത്രയാണ് ഞങ്ങളുടെ ലഗേജ്. ഈ കാണുന്ന വലിയ ബാഗാണ് എൻ്റെത്. അത് ഞാൻ വലിയ ബാഗിന്റെ കുറച്ചുകൂടെ ചെറിയ ബാഗ്. അതിക്കാണ് ഏറ്റവും കൂടുതൽ ലഗേജ് ഉള്ളത്. അതാ ഈ ഒരു ട്രോളി ഉണ്ട്, പ്ലസ് ഈ ഒരു ബാഗ് ഉണ്ട്, പിന്നെ ഫുഡ് ആൻഡ് സ്നാക്സ് ഈ ഒരു സാധനമുണ്ട്, പിന്നെ ഇതവൻ ആർക്കും കൊടുക്കാത്തൊരു ബാഗ് അതുകൊണ്ട്. ചോദ്യം, മൂത്രം ഒഴിക്കണേന് 5 രൂപ കൊടുക്കുമോ? പബ്ലിക് ടോയ്ലറ്റ് അല്ലേ? എന്താണ് നിങ്ങളെ അഭിപ്രായം? അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ടോയ്ലറ്റിലോ ടൈപ്പ് 5 രൂപ ഉണ്ടാടാ. അങ്ങനെ ഗൈസ് മൂത്രം ഒഴിക്കൽ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ 4ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് പോകാൻ തയ്യാറെടുക്കുകയാണ്. പോവാം. 4 പേരായാലേ? പിടിച്ചാൽ മലയും ചോദിക്കുന്ന നാമധേയത്തിന് ശേഷം ഇതാ 3ാമതൊരാൾ. എവിടാ തിരുമോന്തെന്ന് കാണിക്കും. യെസ്, സാധാരണ എന്നെ അലഞ്ചെണ്ണൊക്കെയാ. ഈ അലൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. നമ്മൾ ഇതുവരെയായിട്ട് ഒരു ക്യാരക്ടർ ഉണ്ടോ ചെയ്തിട്ടില്ല. അത് നമ്മൾ വഴിയെ ചെയ്യുന്നതായിരിക്കും. ക്യാരക്ടർ ഇൻട്രോ. കഴിഞ്ഞ വീഡിയോയ്ക്ക് എല്ലാ ഉടായ്പകളും ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മെയിൻ ഉടായ്പിനെ ഞങ്ങൾ ഇതിൽ മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതെ അതെ, ഇൻസ്റ്റാഗ്രാമും ഫോട്ടോ ഒക്കെ വീഡിയോയിൽ കൊടുത്തേക്കാം. ട്രെയിൻ കണ്ടിട്ടില്ലാത്തവർ കാണൂ. ഇതാണ് ട്രെയിൻ അല്ലേ? റീച്ച് ടു അവർ സീറ്റ്. ന്യൂസ് പേപ്പർ ഇന്നത്തെ സോറി ഗൈസ്, ഞാൻ ഓഫ്ലൈൻ പത്രം വായിക്കാറില്ല. ചരമക്കോളം ഇനി ഒന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് വരാം. ഗോവയിലെത്തിൽ നമ്മുടെ ഫുഡ് സോഴ്സ് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലെ ഹോട്ടലാണ്. അവിടെ പോയി ഫുഡ് വാങ്ങട്ടെ. വഴി ഗോവയിലെ ഗോവ റെയിൽവേ സ്റ്റേഷൻ. മിഷൻ സക്സസ്ഫുൾ. പക്ഷെ ക്യാമറ വെച്ചിട്ട് ഇരിക്കുന്നത്
ക്യാമറ അപ്പുറത്തായിട്ട്. ദോശയും ഇതൊക്കെ 3 പ്ലേറ്റ്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ദോശയും സാൻഡ്വിച്ചും. നല്ല ദോശ, സാൻഡ്വിച്ച് ബോർഡ്. ദോശ അങ്ങനെ ഉണ്ടായിരിക്കും. ദോശ കൊള്ളാം, സാമ്പാറും കൊള്ളാം. ഇല്ല ആദ്യം സാൻഡ്വിച്ച് കഴിച്ചിട്ട് ദോശ കഴിക്കാനായിരുന്നു. ശരിയാണ്, പക്ഷേ ആ സാൻഡ്വിച്ച് വെറും കൂടുതലാണ്. അതുകൊണ്ട് ചീസ് സാൻഡ്വിച്ച് വേറെ വാങ്ങിച്ചു. അതിൽ ചീസ് മാത്രമേ ഉള്ളൂ. അത് കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫെലോ ഹ്യൂമൻസ് എല്ലാവരും പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് പോയി കാണേണ്ട സാധനം ഞങ്ങൾ ഫ്രീ ആയിട്ട് കാണാൻ പോകുന്നു. വട്ട് ഈസ് ഇറ്റ് ദൂത്സാഗർ. പക്ഷെ കാണാൻ പറ്റും. അല്ല ചെറിയ ടൂറിസ്റ്റ് ടിക്കറ്റ് ഒക്കെ എടുത്ത് അതിൻ്റെ മൂട്ടിലൊക്കെ പോയിരുന്നു. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ട്രെയിനിൻ്റെ ഒരു സൈഡിൽ പോയിരുന്നാൽ നമ്മൾ തന്നെ നനഞ്ഞോളൂ. അതിൻ്റെ മൂട്ടിൽ പോയി നനയേണ്ട ആവശ്യമില്ല. ദൂത്സാഗറിലേക്ക് കടക്കുന്ന വഴി ഇതുകൊണ്ട് നമ്മൾ എൻ്റെ മോന് വീഡിയോ ഓണാ, ഓൾറെഡി ഓണാ. വെള്ളമില്ല 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 വെള്ളമില്ല. അന്ന് എന്തായിരുന്നു വെള്ളം എൻ്റെ മോനെ. ഇത് അന്നത്തെ അത്ര ഇല്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മഴ വീണ സമയത്ത് ഇങ്ങനെയല്ല ദൂത്സാഗർ പെർഫോം ചെയ്യേണ്ടത്. നല്ല വെള്ളം, ഈ നനഞ്ഞിട്ട് കൂടിയില്ല, ഒന്നുമില്ല, വെള്ളമില്ല. ആണാ